ട്രേഡ് ആൻഡ് കൊമേഴ്സ് ലോകത്ത് വലിയ തോതിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ ഒരു ആധുനിക രൂപമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്റ്റോക്ക് മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു കമ്പനിയുടെ വളർച്ചയിൽ വലിയ തോതിലുള്ള ഫണ്ടിങ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ജനങ്ങളുടെ സമ്പാദ്യത്തെ കമ്പനികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച അവസരത്തിലാണ് പുതുതായിട്ട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകൾ വളർന്നു വന്നത്. ആ ഇൻഷുറൻസ് മേഖലയിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇത് ലിങ്ക് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ അക്ച്വറിയൽ സയൻസ് എന്ന ഒരു പഠന തൊഴിൽ മേഖല വളർന്നു വന്നു. അക്ച്വറിയൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ റിസ്ക്, അക്ച്വറിയൽ സയൻസ് ഈസ് ഈക്വൽ ടു ഹൈ റിസ്ക് പ്ലസ് ഹൈ റിവാർഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. വലിയ റിസ്ക്കാണ്, ആ റിസ്ക് ഫേസ് ചെയ്യുന്നതിന് വലിയ തോതിലുള്ള വരുമാനം നമുക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് അക്ച്വറിയൽ സയൻസ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുക, അവരുടെ നഷ്ടസാധ്യതകൾ കുറയ്ക്കുക. ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, മാത്സിൽ നല്ല അവഗാഹമുള്ള ആൾക്കാർക്ക്, അഡ്വാൻസ്ഡ് മാത്സിൽ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക്, +2 കഴിഞ്ഞ മാത്സ് അധിഷ്ഠിതമായ സബ്ജക്റ്റുകൾ, എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ മേഖലകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ആക്ച്വറിയൽ സയൻസിൽ നടക്കുക. ഫ്യൂച്ചർ പ്രഡിക്ഷൻ, മാർക്കറ്റ് ഫിറ്റിൻ്റെ ഭാവി കാലത്തെ പ്രവചിക്കുകയും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്ന വലിയൊരു ക്രൂഷ്യൽ റോളാണ് ഇവിടെ നിർവഹിക്കപ്പെടുക. നമുക്ക് ലൈഫ് സ്പാൻ എങ്ങനെയാണ് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് ലാഭനഷ്ട സാധ്യതകളെ വിശകലനം ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഇൻഷുറൻസ് പോളിസികളിലും മറ്റുമൊക്കെ ഇൻഷുറൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പഠന മേഖലയാണ്. വലിയ സാധ്യതകളാണ്. വളരെയധികം മാനസിക സമ്മർദ്ദത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ അതിന് അതിയായ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിലേക്ക് പോകാം. കാരണം നമുക്ക് ഫുൾ ടൈം ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയാണ്. വളരെ ചാലഞ്ചിങ് ആയിട്ട് ഇതിനെ നേരിടാൻ താല്പര്യം കുട്ടികൾക്ക് കാരണം തുടക്ക ശമ്പളം തന്നെ ഏറ്റവും മിനിമം സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടക്കക്കാർക്ക് തന്നെ ഏതാണ്ട് 6 മുതൽ 10 ലക്ഷം രൂപ സാലറി കിട്ടുന്നു എന്നുള്ള വലിയൊരു അട്രാക്ഷനുണ്ട് ഇവിടെ. കാരണം ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ വലിയ തോതിലുള്ള സ്ട്രെസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു സാലറി പാക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അണുവികിരണമുള്ള പ്രദേശങ്ങളിലൊക്കെ, റിയാക്ടറുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊരു റിവാർഡ് എക്സ്ട്രാ കൊടുക്കും. കാരണം ഏത് സമയവും അവർക്ക് അപകടം സംഭവിക്കാം. ആ ഒരു റിസ്ക് എടുക്കുന്നതിനുള്ള റിസ്ക് അലവൻസുകളുണ്ട്. ആ റിസ്ക് അലവൻസുകൾ എന്താണോ അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ എടുക്കുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു സ്ട്രെസ്സ്, ആ സ്ട്രെസ്സിനെ മറികടക്കുന്നതിന് അല്ലെങ്കിൽ അതിനുള്ളൊരു കോമ്പൻസേഷൻ എന്ന നിലയിലാണ് ഇത്രയും വലിയൊരു സാലറി പാക്കേജ് ഓഫർ ചെയ്യുക. നമുക്ക് ഇന്ത്യൻ ആക്ച്വറിയൽ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ആക്ച്വറിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠന സാധ്യതകൾ ഒരുക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷകൾ വർഷത്തിൽ 2-3 തവണ ഈ പരീക്ഷ നടക്കും. ആ പരീക്ഷയിൽ മാത്സ്, പ്രോബബിലിറ്റി പോലുള്ള, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള, എക്കണോമിക്സ്, ഇംഗ്ലീഷ് പോലുള്ള, റീസണിങ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് അതിനകത്ത് ചോദിക്കുക. ഈ സബ്ജക്റ്റുകൾ എൻട്രൻസ് എക്സാമിനേഷനിൽ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പഠനം ആരംഭിക്കാം. അങ്ങനെ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 13ഓളം പേപ്പറുകൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ആക്ച്വറിയൽ ഫെലോ ആയിട്ട് പ്രാക്ടീസ് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തൊഴിൽ മേഖല വളരെ സാധ്യതകൾ ഒരുക്കുന്നത് 1 ഇൻഷുറൻസ് കമ്പനികളിൽ, 2 ബാങ്കുകളിൽ, 3 ഫ്രീലാൻസിങ് പോലുള്ള മേഖലകളിൽ, 4 വിവിധങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ. നമ്മുടെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിവിധങ്ങൾ, യൂലിപ്പ് പോളിസികളൊക്കെ നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെയാണ് നമുക്ക് സാധ്യതകൾ ഏറെ കൽപ്പിക്കപ്പെടുക. ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊക്കെ റിസ്ക് മാനേജേഴ്സിൻ്റെ വലിയ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അനവധി വിദേശ കമ്പനികളും സ്വകാര്യ കമ്പനികളും നമുക്കിവിടെയുണ്ട്. ഇവിടെയൊക്കെ സാധ്യതകളും ഏറെയാണ്. വലിയ ശമ്പളം എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിൽ വലിയൊരു സ്റ്റാറ്റസും കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നമുക്ക് വലിയ ടെൻഷൻ സഹിക്കേണ്ടി വരും എന്നുള്ള വലിയൊരു ഡ്രോബാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം, അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനസ്സോടെയായിരിക്കണം കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. വലിയ തോതിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നൊരു തൊഴിൽ മേഖല തന്നെയാണ്. ഏതാണ്ട് 10,000-ഓളം ആക്ച്വറിയൽ പ്രൊഫഷണൽസിനെ ഒരു വർഷം നമ്മുടെ രാജ്യത്തിന് തന്നെ വേണം എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 3 ഇരട്ടി വെച്ചിട്ട് വാർഷിക വളർച്ചാ നിരക്ക് കാണപ്പെടുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ല മാത്തമാറ്റിക്കൽ ബേസ് ഉണ്ടായിരിക്കണം.
അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ അപ്ലൈ ചെയ്യാനുള്ള മികവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ് പോലുള്ള മേഖലകളിൽ സാധ്യതകൾ ഏറെയാണ്. വരും കാലഘട്ടത്തിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് മാനേജ്മെൻറ്റ് മേഖലകൾ, അവിടെ ഇവർക്ക് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിന് അപ്പുറത്തേക്ക് ഇൻഷുറൻസിൻ്റെ മേഖലകൾ വളരെ വിപുലമായി കൊണ്ടിരിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരുപക്ഷെ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ, പ്രവചിക്കപ്പെടുന്ന മേഖലകൾ, സാധ്യതകൾ, അത് വലിയ ഒരു തൊഴിൽ സാധ്യതയായിട്ട് മാറും എന്ന് പലപ്പോഴും പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെയൊക്കെ അനാലിസിസുകൾ എടുക്കുമ്പോൾ സാധ്യതകളുടെ വലിയൊരു ലോകം തന്നെയാണ് ഈ മേഖലകളൊക്കെ. പ്രത്യേകിച്ച് ട്രേഡ് ആൻഡ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ. ബിസിനസ് വളരും തോറും ഇൻഷുറൻസ് സെക്ടറും വളർന്നുകൊണ്ടിരിക്കും, അതിന് ആനുപാതികമായിട്ട് വളർന്നുകൊണ്ടിരിക്കും. കാരണം ഏതൊരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോഴും അത് ഇൻഷുർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ആൾക്കാരുടെ കയ്യിലുള്ള പണത്തെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് നിക്ഷേപിക്കുന്നതിനുള്ള ടെൻഡൻസികൾ, ഫിനാൻഷ്യൽ അവെയർനെസ് കൂടുന്തോറും ആൾക്കാർ കൂടുതലായിട്ട് പണത്തെ വേഗത്തിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻഷുറൻസ് പോളിസികൾ വഴിയുള്ള കുറെ കൂടെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇൻഷുറൻസും അതേപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പോളിസികളെക്കുറിച്ചുള്ള ആൾക്കാർ ചിന്തിക്കുക. ഇവിടെ ആ ഒരു മാർക്കറ്റ് വളരുന്നതിനനുസരിച്ച് നിശ്ചിത എണ്ണം ആൾക്കാർക്ക് ഒരു ആക്ച്വറിയൽ സയൻറ്റിസ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു റിസ്ക് മാനേജർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ച്വറിയൽ ഡേറ്റ അനലിസ്റ്റിനെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇൻഷുറൻസ് കമ്പനികളുടെ മാത്രമല്ല മറ്റ് കമ്പനികളുടെ വളർച്ചയിലും ഇത് വലിയ ഒരു റോള് ഈ ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിവിധങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാണ്. ആക്ച്വറിയൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു അപ്പെക്സ് സ്ഥാപനം വഴി എൻട്രൻസിലൂടെ വിവിധ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് സിലബസ് അടക്കം എല്ലാം അതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. www. എന്നുള്ള സൈറ്റിൽ പോയിട്ട് നമ്മുടെ ആക്ച്വറിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറിയൽ സയൻസ് എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അവിടുന്ന് ലഭിക്കും. എക്സാമിനേഷൻ്റെ സിലബസ് അവിടുന്ന് ലഭിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു തയ്യാറെടുപ്പ് നടത്തുക. വളരെ കുറച്ച് കുട്ടികൾ, സ്റ്റാറ്റിസ്റ്റിക്സിക്കൽ ആപ്ലിക്കേഷൻ വളരെ കൂടുതലുള്ള മേഖലയാണ്. ഒരു അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സും അപ്ലൈഡ് മാത്തമാറ്റിക്സും അപ്ലൈഡ് എക്കണോമിക്സും വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്സിനോട് അത്രയധികം താല്പര്യം പുലർത്തുന്ന ആൾക്കാരായിരിക്കണം ഈ മേഖലയിലേക്ക് ചെന്നെത്തേണ്ടത്. കാരണം അല്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ തന്നെ സ്ട്രെസ്സുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളിനോട് താല്പര്യം സ്വാഭാവികമായിട്ട് ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് കൊമേഴ്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ചില +2 പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ് സബ്ജക്റ്റുകളോ എക്കണോമിക്സ് സബ്ജക്റ്റുകളോ എടുത്തവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരു ബേസിക് നോളജ് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഡിഗ്രി ലെവലിൽ ആക്ച്വറിയൽ സയൻസ് എടുക്കുകയോ അല്ലെങ്കിൽ PG എടുക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് അവർ കൂടുതലായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ഒരു മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ്, പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ഇവിടെ കമ്പൽസറി ആയിട്ടില്ലാത്ത ഒരാൾ പോലും ആ മേഖലയിൽ പോകുന്നത് ബുദ്ധിയല്ല. അങ്ങനെ പോയി കൃത്യമായി ചിട്ടയോടുകൂടെ തയ്യാറെടുത്ത് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജോലി എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു വർഷം 10,000-ഓളം പ്രൊഫഷണൽസിനെ ഈ മേഖലയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും പഠിച്ചിറങ്ങുന്ന ആൾക്കാർ അതിലൊക്കെ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റു മേഖലകളിൽ നിന്ന് MCOMോ MA എക്കണോമിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമെറ്റിക്സോ ഒക്കെ പാസ്സായ ആൾക്കാരെയാണ് പലപ്പോഴും ഈ മേഖലയിൽ നിയോഗിക്കുക. അപ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഈ ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഈ ഒരു കൺസേൺഡ് സബ്ജക്റ്റ് പഠിച്ച് പുറത്തിറങ്ങിയ ഒരാൾ തന്നെ അവിടേക്ക് വരികയാണെങ്കിൽ പ്രൊമോഷൻ സാധ്യതകളും പെർഫോമൻസ് സാധ്യതകളും പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യും, ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ നാടും ലോകവും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ആക്ച്വറിയൽ സയൻസ്.